نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഈമാനും തഖ്വയും മരണം വരെ നിലനിർത്താൻ ശ്രമിക്കണമെന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഫ്ളലു അയ്യാമി ദുനിയ അഅ്ളമു അയ്യാമി ദുനിയ അഹബ്ബു ഇലല്ലാഹ് അസ്കാ ഇലല്ലാഹ് തുടങ്ങിയ പ്രയോഗങ്ങളിലൂടെ ശ്രേഷ്ഠമാക്കിയ, മഹത്തരമാക്കിയ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളിൽപ്പെട്ട ഒരു ദിവസമാണിന്ന്. ആഴ്ചയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമായ വെള്ളിയാഴ്ച ജുമഅക്ക് നാം പങ്കെടുക്കുകയാണ്. അള്ളാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. മക്കയിൽ ഇന്ന് ദുൽഹജ്ജ് 8 യൗമുത്തർവിയയാണ്. യൗമുത്തർവിയ എന്ന് പറഞ്ഞാൽ ആളുകൾ മിനയിലേക്ക് പുറപ്പെടുന്ന ദിവസമാണ്. അവിടെ അയ്യാമുത്തശ്രീക്കിന്റെ 3 ദിവസം വരെ, ദുൽഹജ്ജ് 13 വരെ തങ്ങാനാവശ്യമായ കുടിവെള്ളം ശേഖരിച്ച് സജ്ജീകരണങ്ങൾ ഒരുക്കി പുറപ്പെടുകയാണ്. അതുകൊണ്ടാണ് തർവിയ എന്ന വാക്ക് ആ ദിവസത്തിന് വന്നത്. മക്ക കണ്ടവരും മക്കത്തിൽ മുക്കറമ കാണാൻ ആഗ്രഹിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും നമ്മളെ കൂട്ടത്തിലുണ്ട്. മക്ക കണ്ടവർക്ക് ഇനിയും കാണാനും, കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് മരണത്തിന് മുമ്പായി ആ പുണ്യഭൂമിയിലെത്താനും അള്ളാഹു സഹായിക്കുമാറാവട്ടെ. പരിശുദ്ധ ഹജ്ജിന് തുടക്കം കുറിക്കുകയാണ്. ഹജ്ജ് എന്താണെന്ന് നമുക്കറിയാം. മക്ക രാജ്യം അള്ളാഹു അനുഗ്രഹിച്ച രാജ്യമാണ്. ലോക മുസ്ലിമീങ്ങളുടെ പരിശുദ്ധമായ നഗരമാണ് മക്ക.
ബക്ക എന്നും ഉമ്മുൽ ഖുറ എന്നും ബലദുൻ അമീൻ എന്നുമൊക്കെ അള്ളാഹു ഖുർആനിൽ മക്കയെ പരാമർശിച്ചിട്ടുണ്ട്. അള്ളാഹു മക്കയെ വിശുദ്ധ നഗരിയായി പ്രഖ്യാപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന 1353 നമ്പർ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന ഹാദൽ ബലദ ഹറമഹുല്ലാഹു യൗമ ഖലഖസ് സമാവാതി വൽ അർദ് ഫഹുവ ഹറാമുൻ ബിഹുർമത്തില്ലാഹി ഇലാ യൗമിൽ ഖിയാമ. ഈ രാജ്യത്തെ, ഈ മക്കയെ അള്ളാഹു ആദരിച്ചിട്ടുണ്ട്, പവിത്രമാക്കിയിട്ടുണ്ട്, വിശുദ്ധ നഗരമാക്കി മാറ്റിയിട്ടുണ്ട് ആകാശഭൂമികളെ സൃഷ്ടിച്ച നാള് മുതൽ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാക്കിലൂടെ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയെ പവിത്രമാക്കി. ഇന്ന ഇബ്രാഹീമ ഹറമ മക്ക വദഅ ലഹ. ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയെ സത്യം ചെയ്ത് ഖുർആനിൽ പല സ്ഥലത്ത് പല ഗൗരവകരമായ വിഷയങ്ങൾ നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി പ്രയോഗിച്ചിട്ടുണ്ട്. വഹാദൽ ബലദിൽ അമീൻ. ഈ നിർഭയത്വമായ രാജ്യം തന്നെയാണ് സത്യം. മറ്റൊരു സ്ഥലത്ത് ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്. ഈ മക്ക രാജ്യത്തെ സത്യം ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നു. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല മക്കയെ കൊണ്ട് സത്യം ചെയ്ത് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമിയിലെ മണ്ണ് അത് മക്കയാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. വല്ലാഹി ഇന്നകി ലഖൈറു അർദില്ലാ വ അഹബ്ബു അർദില്ലാ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മണ്ണ്, ഈ ഭൂമിയിലെ ഏറ്റവും ഖൈറായ മണ്ണ് മക്കയെ നീയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖിയാമത്ത് നാളിന്റെ അടയാളമായി അവസാന കാലത്ത് വരുന്ന ദജ്ജാലിന്റെ ഫിത്ന ലോകത്ത് മുഴുവനും ഉണ്ടാകുമ്പോൾ ദജ്ജാലിന് പ്രവേശനമില്ലാത്ത രണ്ട് പട്ടണം മാത്രമേ ഉള്ളൂ. ലൈസ മിൻ ബലദിൻ ഇല്ലാ സയതഅഹു ദജ്ജാലു ഇല്ലാ മക്ക വൽ മദീന. മക്കയും മദീനയും ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും 1881 നമ്പർ ഹദീസാണ്. അവിടെ ദജ്ജാൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. ആ മക്ക രാജ്യത്ത് ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ മഹാനായ ഒരു പ്രവാചകന്റെ ത്യാഗോജ്വലമായ ജീവിതത്തിന്റെ അനുസ്മരണങ്ങളാണ്. പരിശുദ്ധ ഖുർആനിൽ 69 തവണയാണ് ഇബ്രാഹിം എന്ന് പ്രയോഗിച്ചത്. മഹാനായ പ്രവാചകന്റെ ഇബ്രാഹിം നബിയുടെ പേര് പരിശുദ്ധ ഖുർആനിൽ 69 തവണ ആവർത്തിച്ചതായിട്ട് കാണാം. ആ പ്രവാചകന്റെ പ്രാർത്ഥനയാണ് ഇന്നത്തെ മക്ക. ഒരു രാജ്യത്തിന്, ഒരു വ്യക്തിക്ക്, ഒരു കുടുംബത്തിന്, ഒരു സമുദായത്തിന് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കിട്ടാൻ, അള്ളാഹുവിന്റെ ബറക്കത്ത് കിട്ടാൻ എന്തൊക്കെയാണോ ആവശ്യം അത് വ്യക്തമായി നമുക്ക് കാണിച്ചു തരുന്ന ഒരു ജീവിതം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. നിങ്ങൾ പറയണം, അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് റസൂലുള്ളാഹി നമ്മളോട് പറഞ്ഞു. എന്താ പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നീ കൊടുത്ത ബർക്കത്ത് പോലെയുള്ള ബർക്കത്ത് മുഹമ്മദ് നബിക്കും കുടുംബത്തിനും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. ലോകത്തേറ്റവും ബർക്കത്ത് നൽകപ്പെട്ട കുടുംബം, ലോകത്തേറ്റവും കൂടുതൽ ബർക്കത്ത് നൽകപ്പെട്ട ഒരു സമൂഹം. നമ്മൾ ചിന്തിക്കുക സഹോദരങ്ങളെ, ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും അള്ളാഹു ബർക്കത്ത് കൊടുത്തു. അതുപോലെ ബർക്കത്ത് മുഹമ്മദ് നബിക്ക് കുടുംബത്തിന് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് നമ്മളെ പഠിപ്പിച്ചത്. എന്തായിരുന്നു ആ ജീവിതം? നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വഇദ് ബതല ഇബ്രാഹിം റബ്ബഹു ബികലിമാത്തിൻ.
അള്ളാഹ് അങ്ങനെ പരീക്ഷിക്കുകയാണ്. അള്ളാഹിന്റെ കുറെ കെലിമത്തുകൾ കൊണ്ട്, അല്ലാഹു തആല അവന്റെ കൽപ്പനകൾ കൊണ്ട്, അവന്റെ വാക്കുകൾ കൊണ്ട് പരീക്ഷിക്കുകയാണ്. ഫഅതമ്മഹുന്ന, എല്ലാം പൂർത്തിയാക്കി. ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതിലപ്പുറമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പലപ്പോഴും മനുഷ്യന്മാർ ദുർബലരാകാൻ സാധ്യതയുള്ള, പിന്മാറിപ്പോകാൻ സാധ്യതയുള്ള തീഷ്ണമായ പരീക്ഷണങ്ങൾ പരീക്ഷിച്ചു. പക്ഷേ അതെല്ലാം അദ്ദേഹം പൂർത്തിയാക്കി. കഅബാലയത്തിന്റെ ചുറ്റും മതാഫിൽ മഖാം ഇബ്രാഹിമുണ്ട്. ഒരു നിസ്കാര സ്ഥാനം അള്ളാഹു നിശ്ചയിച്ചു. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല. മഖാമു ഇബ്രാഹിം, ഇബ്രാഹിം നബി നിന്ന സ്ഥലം, ആ സ്ഥലത്ത് 2 റക്അത്ത് നമസ്കരിക്കണം, സുന്നത്താണ്. ഒരു പ്രവാചകന്റെ പ്രത്യേകതയാണ്, ഒരു പ്രവാചകന്റെ മഹത്വമാണത്. 15ലധികം പേരുകളാൽ, 15ലധികം വിശേഷണങ്ങളാൽ പരിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബിയെ പരിചയപ്പെടുത്തി. ഇബ്രാഹിം നബി ഹനീഫാണ്, മുസ്ലിമാണ്, മുഅ്മിനാണ്, മുജ്തബയാണ്, ഖലീലുള്ളയാണ്, അവ്വാഹാണ്, ഹലീമാണ്, മുനീബാണ്, ഷാക്കിറൻ ലിഅൻഉമിഹി, ഉമ്മത്താണ്, ഖാനിത്താണ്. ഒരു വ്യക്തിക്കുള്ള വിശേഷണമാണ് ഈ പറഞ്ഞതൊക്കെ. ഒരു വ്യക്തിക്കുള്ള വിശേഷണമാണ്. പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു പ്രവാചകനെക്കുറിച്ചും അള്ളാഹു ഇത്തരം വിശേഷണങ്ങൾ ഇതേപോലെ ഇത്രയും എണ്ണം അധികം പറഞ്ഞതായി കാണാൻ കഴിയില്ല പരിശുദ്ധ ഖുർആനിൽ. ഏതൊരു ഈമാനുള്ള മനുഷ്യനും കെട്ടണമെന്നാഗ്രഹിക്കുന്ന ഓരോ ഗുണവിശേഷണങ്ങളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞത്. പഠിപ്പിച്ചു മാതൃക, ഉത്തമമായ മാതൃക. ഫി ഇബ്രാഹിമ ഉസ്വത്തുൻ ഹസനത്തുൻ, ഇബ്രാഹിം നബിയിൽ ഉത്തമമായ മാതൃകയുണ്ടെന്ന് പഠിപ്പിച്ചു. ആ മില്ലത്താണ് നമ്മുടെ മില്ലത്തെന്ന് പഠിപ്പിച്ചു. ഏതോ കാലത്തിന് ജീവിച്ച ഒരു പ്രവാചകനാണെന്ന് കരുതരുത്. മറിച്ച് ഇബ്രാഹിം നബിയുടെ മില്ലത്ത്, മില്ലത്ത് അബീക്കും ഇബ്രാഹിം, നിങ്ങളെ പിതാവായ വാപ്പയായ ഇബ്രാഹിമിന്റെ മില്ലത്ത്. ആ മില്ലത്തിനെ ആരെങ്കിലും അവഗണിച്ചാൽ, വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിമ ഹനീഫ, ഇബ്രാഹിം നബിന്റെ മില്ലത്തിനെ ആരെങ്കിലും അവഗണിച്ചാൽ അവൻ സ്വയം വിഡ്ഢിയായവനാണ് എന്ന് അല്ലാഹു പറഞ്ഞു വെച്ചു. സഫിഹ നഫ്സ, സ്വന്തത്തെ അവഗണിച്ചവനാണ് എന്ന് പറഞ്ഞു. ഉദാത്തമായ മാതൃക. ആ ജീവിതം മാത്രം പഠിച്ചാൽ മതി. നമ്മൾ എന്തൊക്കെ മൂല്യങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം കിട്ടാൻ. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനകൾ നോക്കൂ നിങ്ങൾ. നമ്മളൊക്കെ നിസ്സഹായരാകുന്ന ഘട്ടങ്ങളിൽ പലപ്പോഴും കൈകൾ ആകാശത്തേക്ക് ഉയരും, അള്ളാഹുലേക്ക് ഉയരും. റബ്ബിനോട് പലതും നമ്മൾ ചോദിക്കാറുണ്ട്. എങ്കിൽ ഒരു മനുഷ്യൻ എന്തൊക്കെ പ്രാർത്ഥിക്കണം അതൊക്കെയും ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥനയിൽ കാണാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ഹബിലി മിനസ് സാലിഹീൻ. നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, നമ്മളെ പ്രാർത്ഥന ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥനയാണ്. സന്താന ലബ്ധിക്ക് വേണ്ടി, കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പേ കുട്ടി സ്വാലിഹാകാൻ പ്രാർത്ഥിച്ചു. കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പേ പടച്ചോനെ നീ കുട്ടിയെ തരികയാണെങ്കിൽ അത് സ്വാലിഹാക്കണം എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. നമ്മൾ പ്രാർത്ഥിക്കേണ്ട, നമ്മളെ പഠിപ്പിച്ച ഈ പ്രാർത്ഥന ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥനയാണ്. എന്റെ സന്താനങ്ങളെ ദുർരിയത്തൻ ത്വയ്യിബ, നല്ല മക്കളാക്കണം എന്ന പ്രാർത്ഥന. റബ്ബേ നീ പ്രാർത്ഥന കേൾക്കുന്നവനാണെന്ന് ഇബ്രാഹിം നബിയുടെ വാക്ക്. നോക്കൂ നിങ്ങൾ. ഇനി വാപ്പാക്ക് വേണ്ടി ഇബ്രാഹിം നബിക്ക് പ്രാർത്ഥിക്കേണ്ടതില്ലായിരുന്നു. വാപ്പാക്ക് വേണ്ടി ഇബ്രാഹിം നബിക്ക് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ഇബ്രാഹിം നബിക്ക് പ്രാർത്ഥിക്കാൻ, ഇസ്തിഗ്ഫാർ ചോദിക്കാൻ പാടില്ല. എന്നിട്ടും നമ്മളെ വാപ്പാക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന അള്ളാഹ് പഠിപ്പിച്ചു തരുന്നത് ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥനയിലൂടെയാണ്. സുബ്ഹാനല്ലാഹ്. ഇബ്രാഹിം നബിക്ക് വാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല. അത് ഖുർആനാണ്. അതിന്റെ കാരണമുണ്ട്, അള്ളാഹ് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലാത്ത ഇബ്രാഹിം നബി നമ്മളെ വാപ്പാക്കും ഉമ്മാക്ക് വേണ്ടി നമ്മൾ നിർബന്ധമായിട്ടും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥന ഖുർആനിലുള്ളത്. റബ്ബന ഗ്ഫിർ ലീ വലിവാലിദയ്യ
വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. ഞങ്ങളുടെ രക്ഷിതാവേ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സകല സത്യവിശ്വാസികൾക്കും വിചാരണ നടപ്പിൽ വരുന്ന ദിവസം പാപങ്ങൾ പുറത്തു തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ട, നമ്മളെ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന പഠിപ്പിച്ചത് ഇബ്രാഹിം നബിയാണ്. ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്ത് ശുഅറയിലെ 3 ആയത്തുകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളാണ്. അത് കിട്ടിയാൽ ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടു. പ്രാർത്ഥിക്കണം. നമുക്കറിയോ എന്നുള്ളത് ചിന്തിക്കാം. നിത്യജീവിതത്തിൽ നിർബന്ധമായും നമ്മുടെ നാവിലൂടെ വരേണ്ട പ്രാർത്ഥനകൾ ഖുർആനിലുണ്ട്. അത് കാണണം, അതറിയണം, അത് പഠിക്കണം, പ്രാർത്ഥിക്കണം. ഒരു മുസ്ലിമിന് നിർബന്ധമാണ്. മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ നാവ് തപ്പിത്തടയുന്ന, നാവിന്റെ നനവ് വറ്റിപ്പോകുന്ന, വരണ്ടു പോകുന്ന ഒരു അവസ്ഥ വരാതിരിക്കാൻ ഇബ്രാഹിം നബി പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പഠിക്കണം. അറിയുമോ എന്ന് ചിന്തിക്കാം. ഇബ്രാഹിം നബിയുടെ മില്ലത്തിൽ മുഹമ്മദ് നബി ജീവിച്ചു. ആ മില്ലത്തിലായിട്ട് ബിസ്മില്ലാഹി അലാ മില്ലത്തി റസൂലില്ലാഹ് എന്ന് പറഞ്ഞ് നമ്മുടെ ജനാസ, നമ്മുടെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക സഹോദരങ്ങളെ, ഇബ്രാഹിം നബിന്റെ മില്ലത്താണ് മുഹമ്മദ് നബിന്റെ മില്ലത്ത്. ആലോചിക്കണം, നമുക്കെന്ത് ബന്ധാണുള്ളത് എന്ന് ആലോചിക്കണം. ഇബ്രാഹിം നബി പ്രാർത്ഥിക്കാൻ റബ്ബി ഹബ്ലി ഹുക്മൻ, എന്റെ റബ്ബേ എനിക്ക് മതപരമായ അറിവ് നൽകണം പടച്ചോനെ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളിൽ എന്നെ ഉൾപ്പെടുത്തണമേ. സ്വാലിഹായിട്ട് ജീവിച്ച് മരിക്കണമെങ്കിൽ മതപരമായ അറിവ് വേണം. ചോദിച്ചു വാങ്ങണം, പ്രാർത്ഥിക്കണം ഇബ്രാഹിം നബി. റബ്ബി ഹബ്ലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ വജ്അൽ ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, പിൽക്കാലക്കാരിൽ എനിക്ക് നീ സൽകീർത്തി പ്രദാനം ചെയ്യണമേ. എവിടെ എത്തിയ പ്രാർത്ഥനയുടെ ജവാബ്? മക്കയും മക്കയിലെ ലക്ഷക്കണക്കിന് ഹാജിമാരും നിറഞ്ഞു നിൽക്കുന്ന മക്കയും മിനയും മുസ്ദലിഫയും അറഫയുമെല്ലാം സഹോദരങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൽകീർത്തിയാണ് പ്രഖ്യാപിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു വജ്അൽ ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, പിൽക്കാലക്കാരിൽ എനിക്ക് നീ സൽകീർത്തി പ്രദാനം ചെയ്യണമേ. നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ മരിച്ചുപോയാൽ ഒരു നല്ല വാപ്പയാണെന്ന് നമ്മളെക്കുറിച്ച് നമ്മളെ മക്കള് പറയണം. ഒരു നല്ല വെല്ലിപ്പയായിരുന്നു എന്ന് നമ്മളെ പേരക്കുട്ടികൾ പറയണം. ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് നാട്ടുകാർ പറയണം. നമ്മളെക്കുറിച്ച് പറയോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. റബ്ബിനോട് പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ. വജ്അൽ ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, ഞാൻ മരണപ്പെട്ടു പോയാൽ എന്റെ ജീവിതം കഴിഞ്ഞതിന് ശേഷം എന്നെപ്പറ്റി നാട്ടുകാർ പറയും, കുടുംബക്കാര് പറയും, മക്കള് പറയും. ആ പറയുന്നതൊക്കെയും നല്ല കാര്യമാകണം. അങ്ങനെയുള്ളൊരു മനുഷ്യനാക്കി എന്നെ ജീവിപ്പിക്കു പടച്ചോനെ എന്ന് പ്രാർത്ഥിക്കണം. വജ്അൽനീ മിൻ വറസതി ജന്നത്തിൻ നഈം, എനിക്കനന്തരം കിട്ടേണ്ടത് സ്വർഗമാണ്. വജ്അൽനീ മിൻ വറസതി ജന്നത്തിൻ നഈം, ജന്നാത്തുൻ നഈമിന്റെ അനന്തരാവകാശിയാക്കി എന്നെ മാറ്റുപടച്ചോനെ. നമുക്കാർക്കും ഒരു അനന്തരവും കിട്ടാനില്ല. നമ്മളെ വാപ്പാക്ക് വാപ്പാന്റെ അനന്തരം കിട്ടിയിട്ടുണ്ടാകും, നമ്മളെ വാപ്പാന്റെ അനന്തരം നമുക്ക് കിട്ടിയിട്ടുണ്ടാകും, നമ്മുടെ അനന്തരം നമ്മളെ മക്കൾക്ക് കിട്ടും. അങ്ങനെ പോകും സഹോദരങ്ങളെ. നമുക്കെല്ലാവർക്കും കിട്ടേണ്ട അനന്തര സ്വത്ത് ജന്നാത്തു നഈമാണ്. ജന്നാത്തു നഈമാണ്. മരിക്കുന്നതിന് മുമ്പ് ഈ പ്രാർത്ഥനയൊന്ന് പഠിച്ചു പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റണം സഹോദരങ്ങളെ. ഞാൻ ഈ പറയുന്ന വാക്ക് നിങ്ങളൊന്ന് ഹൃദയം കൊണ്ട് കേൾക്ക്. ചെവി കൊണ്ട് കേട്ട് മറ്റൊരു ചെവിയിലൂടെ പോകാതെ എന്നും നമ്മുടെ നാവിൽ നിന്ന് ഉയരേണ്ട പ്രാർത്ഥനകളാണ് ഞാൻ ഈ കേൾപ്പിക്കുന്നത്. മഹാനായ ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥന വജ്അൽനീ മിൻ വറസതി ജന്നത്തിൻ നഈം,
പടച്ചോനെ, എനിക്ക് ഇന്ന് എന്തൊക്കെയുണ്ടോ ആ ഉള്ളതെല്ലാം വിട്ടേച്ചുകൊണ്ട് ഞാൻ ഈ ദുനിയാവിന്ന് പോകും. എനിക്ക് അനന്തരമുള്ള എന്റെ മക്കൾ, എന്റെ സ്വത്ത്, എന്റെ വീട് ഒന്നും ഉപകാരപ്പെടാതെ 3 കഷ്ടം തുണിയുമായി, പരുത്തിയുമായി ഞാൻ പോകും. റബ്ബേ, എനിക്ക് കിട്ടേണ്ട അനന്തരം നിന്റെ ജന്നാത്തു നഈമാണ് പടച്ചോനെ എന്ന് മരിക്കുന്നതിന് മുമ്പ് ഒന്ന് പഠിച്ചു പറയാൻ നമുക്ക് കഴിയണം. സഹോദരങ്ങളെ, ഈ വാക്ക് നിങ്ങൾ ഹൃദയം കൊണ്ടൊന്ന് കേൾക്കണം. അതിന് അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കണം. ഖുർആൻ പഠിക്കുന്ന സദസ്സിലേക്ക് വരണം. അത് ചൊല്ലി ആവർത്തിച്ച് ചൊല്ലി അത് പഠിക്കാൻ നമുക്ക് സാധിക്കണം. മഹാനായ ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥന. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും പ്രാർത്ഥിച്ചു, മുസ്ലിമായിട്ട് മരിക്കാൻ. എവിടെ, എങ്ങനെ, എപ്പോ മരിക്കുമെന്നറിയില്ല. രാത്രിയിൽ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വന്ന് തളർന്ന് കിടന്നുറങ്ങിയവർ പ്രഭാതത്തിൽ അതിരാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകാൻ വേണ്ടി മലയാളികൾ താമസിക്കുന്ന കുവൈത്തിലെ ഒരു ബിൽഡിംഗിൽ, കെട്ടിടത്തിൽ തീയാളിപ്പടർന്ന് 50ഓളം ആളുകൾ മരിച്ചപ്പോ അതിൽ 26 ആളുകൾ നമ്മുടെ കൊച്ചു കേരളത്തിലെ മലയാളികളാണെന്ന് ഓർക്കണം. അതിൽ മുസ്ലിമീങ്ങളുണ്ട്. എത്ര സ്വപ്നങ്ങളാണ് തകർന്നടിഞ്ഞത്, എത്ര ആഗ്രഹങ്ങളാണ് പൊലിഞ്ഞത്. വീട് ഉയർത്തിക്കൊണ്ടിരിക്കുന്നവർ, കടം വാങ്ങിയവർ, മക്കളെ കല്യാണം കഴിക്കാൻ വേണ്ടി, കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പോയവർ, അനുജനെ പഠിപ്പിക്കാൻ പോയവർ, അതിന് കാശ് സമ്പാദിക്കാൻ പ്രായമായ മാതാപിതാക്കൾക്ക് മരുന്നും ചികിത്സയും നൽകാൻ ആഗ്രഹിച്ച് അന്യനാട്ടിലേക്ക് പോയ ആളുകൾ, കെട്ടിടം തകർന്ന് തീ പിടിച്ച് വെന്ത് മരിക്കുന്ന ദയനീയമായ വാർത്ത നമ്മൾ കേൾക്കുകയാണ്. ഈ വാർത്തകളൊന്നും കേട്ടുപോകേണ്ടതല്ല. ഒരുപാട് കുടുംബത്തിന്റെ സ്വപ്നങ്ങളാ തകർന്നത്, ഒരുപാട് കുടുംബത്തിന്റെ സ്വപ്നങ്ങളാ തകർന്നു പോയത്. നമ്മളൊക്കെ അങ്ങനെ ജീവിക്കുകയാണ്. നമുക്കൊക്കെ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയുണ്ട്. നമ്മളെങ്ങനെ മരിക്കും? ഒരു വേദന വന്നോ, ഒരു തീജ്വാല വന്നോ, ഒരു പെട്ടെന്നൊരു ശബ്ദം കേട്ടോ, എങ്ങനെയാണെന്ന് നമുക്കാർക്കും അറിയില്ല. എങ്ങനെ മരിക്കുകയാണെങ്കിലും മുസ്ലിമായി മരിക്കണം. ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുക, റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയത്തിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക. നാഥാ, എന്നെയും ഈ കഅബയുടെ നിർമ്മാണത്തിൽ എന്റെ കൂടെ ചേർന്ന എന്റെ പൊന്നുമകനെയും മുസ്ലിമൈനി, മുസ്ലിമാക്കണം പടച്ചോനെ. ഞങ്ങളെ മാത്രമല്ല, ഞങ്ങളെ സന്താന പരമ്പരകളെയും മുസ്ലിമാക്കണം എന്ന് പ്രാർത്ഥിച്ചു. ഇബ്രാഹിം നബിയുടെ വസിയ്യത്ത് നോക്കൂ നിങ്ങൾ. വവസ്സാ ബിഹാ ഇബ്രാഹീമ ബനീഹി വയാഖൂബ് യാ ബുനയ്യ. മക്കളെ, എന്താ വസിയ്യത്ത്? ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹു നിങ്ങൾക്ക് തന്നത് ഈ മതം അല്ലാഹു വിശിഷ്ടമായി തിരഞ്ഞെടുത്തു തന്ന മതമാണ് ഇസ്ലാം. അതുകൊണ്ട് ഇസ്ലാമിനെ പറയിപ്പിക്കാതെ ഒരു മുസ്ലിമായി ജീവിക്കണം. അങ്ങനെ മുസ്ലിമായി കൊണ്ടല്ലാതെ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇബ്രാഹിം നബി മക്കൾക്ക് കൊടുത്ത വസിയ്യത്ത്, നമ്മളെ വാപ്പയാണ് ഇബ്രാഹിം നബി. മില്ലത്ത അബീക്കും ഇബ്രാഹിം. സൂറത്ത് ഹജ്ജിന്റെ അവസാനത്തെ ആയത്ത്, നിങ്ങളുടെ വാപ്പയായ ഇബ്രാഹിം. ആ വാപ്പയായ ഇബ്രാഹിം നബി മക്കളായ നമുക്ക് തന്ന വസിയ്യത്ത് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെ മരിക്കുകയാണെങ്കിലും മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോകരുത് എന്നതാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാനിലും ഇസ്ലാമിലും നിലനിന്നുകൊണ്ട് മാതൃകായോഗ്യമായ രൂപത്തിൽ മരണപ്പെടാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد أيها الناس اتقوا الله عباد الله. അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നാളെ മക്കയിൽ അറഫയാണ്. ദുൽഹജ്ജ് 9 മക്കയിൽ നിന്ന്, മക്കയിലെ മിനയിൽ നിന്ന് ഹാജിമാര് സൂര്യൻ ഉദിച്ചതിനു ശേഷം അറഫയിലേക്ക് പുറപ്പെടും. അറഫ ഉച്ച മുതൽ മഗ്രിബ് വരെയുള്ള സമയമാണ് അറഫ. അറഫയുടെ പ്രത്യേകത അള്ളാഹു ഖുർആനിൽ വശാഹിദിൻ വമഷ്ഹൂദ് എന്ന് സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട് സൂറത്ത് ബുറൂജിൽ. അതിൽ ഷാഹിദ് യൗമുൽ ജുമഅയാണ്, മഷ്ഹൂദ് യൗമ അറഫയാണ്.
മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തന്നെ പറയാണ് വശഫ്ഇ വൽ വത്ർ. അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞു, അതിൽ ഷഫ്അ് അത് യൗമുൻ നഹറാണ്, വത്ർ യൗമു അറഫയാണ്. വലയാലിൻ അശ്ർ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം അബ്ദുൽ നാസിർ അസ്സഅദി അദ്ദേഹം പറയാണ് ഫി അയ്യാമി അശ്രി ദിൽ ഹിജ്ജ അൽ വഖൂഫ് ബി അറഫ അല്ലദീ യഗ്ഫിറുല്ലാഹു ഫീ ഇബാദിഹി മഗ്ഫിറ. ഈ ദിവസത്തിന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനം അറഫക്കാണ്. ആ അറഫയിൽ ഹാജിമാർ ഒരുമിച്ച് കൂടും, അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കും. യഹ്സുനു ലക ശൈത്താൻ, മനുഷ്യനെ നരകത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ശൈത്താൻ ഏറ്റവും ദുഃഖമുള്ള ദിവസമാണ്. ഫമാ റഅയു ശൈത്താന അഹ്കറ വലാ അദ്ഖറ മിൻഹു ഫീ യൗമി അറഫ ലിമാ യറാ മിൻ തനസ്സുലിൽ അംലാക് വറഹ്മത്തു മിനല്ലാഹി ലിഇബാദി. അള്ളാഹുവിന്റെ റഹ്മത്ത് അടിമകൾക്ക് എങ്ങനെ ഇറങ്ങും, അള്ളാഹുവിന്റെ മലക്കുകൾ ആകാശത്ത് ഇങ്ങനെ ഇറങ്ങി വരും. ഇതൊക്കെ ഇറങ്ങി വരുമ്പോൾ ശൈത്താന്മാർ കാണുമ്പം അവർക്ക് ഏറ്റവും അപമാനകരമായ നിന്ദകരമായ ദിവസമാണ് അത് എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അറഫയിൽ ഒരുമിച്ച് കൂടും ലക്ഷക്കണക്കിന് ആളുകൾ. അവർ മക്കത്തെവിടെയാണെങ്കിലും ആ സമയം ദുൽഹജ്ജ് 9 ഉച്ച മുതൽ മഗ്രിബ് വരെ അറഫയിൽ ഒരുമിച്ച് കൂടും. അറഫയുടെ മണ്ണിൽ ഒരുമിച്ച് കൂടും. അവിടെ ഒരുമിച്ച് കൂടിയില്ലെങ്കിൽ ഹജ്ജില്ല. ഏത് അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ കിടക്കുന്ന ഹാജിമാരാണെങ്കിലും അവരെ അറഫയിലേക്ക് കൊണ്ടുവരും. അറഫയിൽ വെച്ചാണ് പല ഹാജിമാരും മരണപ്പെടാറുള്ളത്. വെന്റിലേറ്ററിൽ കിടക്കുന്ന ഹാജിമാരെ വരെ അറഫയിൽ കൊണ്ടുവരും. ഹാജിമാർ ഹജ്ജിന് ചെന്ന് അസുഖം ബാധിച്ച് ആശുപത്രികളിലുള്ളവരൊക്കെ കൊണ്ടുവരും. അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ, ഹജ്ജിന് വന്ന മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടി നിൽക്കുമ്പോൾ അല്ലാഹു തആല പറയും ഇന്നല്ലാഹ അസ്സ വജല്ല യുബാഹി അൽ മലായിക ബി അഹ്ലി അറഫാത്ത്. അറഫാത്തിലെ ഹാജിമാരെ ചൂണ്ടിയിട്ട് അല്ലാഹ് മലക്കുകളോട് അഭിമാനത്തോടു കൂടി പറയും ഉൻദുറു ഇലാ ഇബാദി, എന്റെ അടിമകളിലേക്ക് നോക്കൂ. ശുഅസൻ ഖുബ്റാ, ജടയും ജടബാധിച്ച് പൊടിപടലങ്ങൾ ഉണ്ടായി, അഴുക്കുകൾ വന്നു. ഒരുപാട് ദിവസങ്ങൾ യാത്ര ചെയ്ത് ക്ഷീണിച്ച് തളർന്ന് കരഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന എന്റെ അടിമകളെ നോക്കൂ എന്ന് പറഞ്ഞ് അള്ളാഹു മലക്കുകളോട് പറയുകയും മലക്കുകളോട് നോക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നതാണ്. അറഫയുടെ ദിവസം ഏറ്റവും ഖൈറായ പ്രാർത്ഥന അറഫയുടെ ദിവസത്തെ പ്രാർത്ഥനയാണ്. അഫ്ദലു ദുആ, ദുആകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ദുആ യൗമ അറഫ, അറഫ ദിവസത്തെ പ്രാർത്ഥനയാണ്. ഖൈറു ദുആ ദുആ യൗമി അറഫ, ഏറ്റവും ഖൈറായ ദുആ അറഫയിലെ ദുആയാണ്. അഫ്ദലു മാ ഖുൽതു അന വൻ നബിയുന, ഞാനും മറ്റ് പ്രവാചകന്മാരെല്ലാവരും അറഫയിൽ വന്ന ഹജ്ജ് നിർവഹിച്ച പ്രവാചകന്മാരൊക്കെ പ്രാർത്ഥിച്ച കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നതാണ് ഏറ്റവും ഖൈറായ അറഫയിൽ പറയേണ്ട വാചകങ്ങൾ. ദിക്റിന്റെയും ദുആഇന്റെയും വാചകങ്ങൾ അതാണ്. ശരി സഹോദരങ്ങളെ, നമുക്ക് എന്നാണ് അറഫ? നമുക്ക് അറഫ ദുൽഹജ്ജ് 9 എന്നാണോ അന്നാണ്. ദുൽഹജ്ജ് 9 എന്നാണോ അന്നാണ്. ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിവസം എന്നാണോ. അത് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കലാണ്. അങ്ങനൊരു വാക്ക് ഹദീസിലില്ല. ഇനി മാത്രമല്ല, അറഫ തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞു പോകുന്ന രാജ്യങ്ങളുണ്ട്. ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങൾ. അവിടെ ഈ സമയത്ത് 1 മണിക്ക് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ അവിടെ ഈ സമയത്ത് 5:30 മണിയാണ് ജപ്പാനിൽ. കഴിഞ്ഞുപോയി, മുമ്പേ കഴിഞ്ഞു പോകുന്ന രാജ്യങ്ങളുണ്ട്. അറഫ എന്ന് പറഞ്ഞ ഒരു ദിവസം മുഴുവനുമില്ല. ഉണ്ടോ? പല ആൾക്കാരും അങ്ങനെ വിചാരിച്ചത്. അറഫ എന്ന് പറഞ്ഞാൽ ഉച്ച മുതൽ മഗ്രിബ് വരെയാണ്. മഗ്രിബ് ബാങ്ക് കൊടുത്താൽ ഉടനെ പുറപ്പെടണം മുസ്ദലിഫയിലേക്ക്. മഗ്രിബ് നിസ്കാരം വരെ മുസ്ദലിഫയിൽ വെച്ചിട്ടാണ്. ആ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ലോകത്ത് ഒരിക്കലും തന്നെ ലോകത്ത് ഈ മണിക്കൂറുകൾ ഏതെങ്കിലും ഒരു ഭാഗമെങ്കിലും ലോകത്തിന്റെ ഓരോ ഭാഗത്താകുന്നൊരവസ്ഥ ഉണ്ടാവില്ല. അപ്പൊ പിന്നെന്താ വേണ്ടത്? മുമ്പേ കഴിഞ്ഞു പോകുന്നു, ശേഷം വരുന്നു. അപ്പൊ ഓരോ നാടുകളിലും കാണണം. അതിന് ഉദയാസ്തമയങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അറഫയുടെ നോമ്പ് നൂൽക്കേണ്ടത് ദുൽഹജ്ജ് 9 എന്നാണോ അന്നാണ്. അപ്പൊ മക്കയിൽ നാളെയാണ്. അപ്പൊ നാളെ ചില ആൾക്കാർ നോമ്പ് വെൽക്കും. അപ്പൊ പെരുന്നാളോ? പെരുന്നാൾ പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ട്. അങ്ങനെ റെസ്റ്റ് എടുക്കുന്ന പരിപാടി ഇസ്ലാമിലില്ലല്ലോ. ഈ റെസ്റ്റ് എടുക്കുന്ന പരിപാടി ഇപ്പൊ അടുത്ത കാലത്ത് ഉണ്ടായതാണ്. റെസ്റ്റ് എടുക്കുന്ന പരിപാടി അത് ദീനിന്ന് പോയതുകൊണ്ടാണ്, പ്രമാണങ്ങളിൽ നിന്ന് പോയതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ദുൽഹജ്ജ് 9 എന്നാണോ അന്നാണ് നമുക്ക് അറഫ. നമുക്ക് ദുൽഹജ്ജ് 9 മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞായറാഴ്ചയാണ്, അന്നാണ് നമ്മൾ അറഫയുടെ നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. നോമ്പ് നമുക്ക് ദുൽഹജ്ജ് 1 മുതൽ 9 വരെ നോമ്പ് അനുഷ്ഠിക്കാം. അത് പ്രവാചകന്റെ സുന്നത്താണ്. അറഫയുടെ നോമ്പ് എന്ന നിയ്യത്ത് വെച്ചുകൊണ്ട് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് ദുൽഹജ്ജ് 9 നമുക്ക് എന്നാണോ അന്നാണ്. ദുൽഹജ്ജ് 10 യൗമുൻ നഹർ അന്നാണ് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കേണ്ടത്. ഇൻഷാ അള്ളാഹ്
നമ്മുടെ പെരുന്നാൾ നമസ്കാരം പള്ളിയിൽ വെച്ച് തന്നെയാണ് നമസ്കാരം ഇൻഷാ അല്ലാഹ് നിർവഹിക്കപ്പെടുക. മഴക്കാലമായതുകൊണ്ട് നമ്മുടെ മൈതാനത്ത് ചളിയുള്ളത് കൊണ്ട് നിസ്കാരം ഇവിടെ വെച്ചാണ്. 7:15 ഇൻഷാ അല്ലാഹ് നമസ്കാരം ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അറവ് ഇൻഷാ അല്ലാഹ് പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മൾ അറക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ദിനത്തിന്റെ അറഫ, ഈ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ഭൂമിയിലെ ഏറ്റവും അഅ്ളമും അഫ്ളലുമായ ദിനത്തിന്റെ മുഴുവൻ ശ്രേഷ്ഠതയും പവിത്രതയും നേടിയെടുക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടുപോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ബഹുമാനനായ മുഹമ്മദ് സാഹിബിന്റെ ഭാര്യാമാതാവ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അവരെ ബർസഖ് അള്ളാഹു ധന്യമാക്കി കൊടുക്കട്ടെ. അവരെ നമ്മയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ ഒരു ചെറുപ്പക്കാരനായ ഒരു സഹോദരൻ സഹിക്കാൻ കഴിയാത്ത കൈവേദന കൊണ്ട് പ്രയാസപ്പെട്ട് ഇന്ന് ആശുപത്രിയിലേക്ക് പോവുകയാണ്. ടെസ്റ്റിന് വേണ്ടിയിട്ട് ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനവും ശിഫയും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പ്രയാസകരമായ രോഗാവസ്ഥകളിൽ നിന്ന് അള്ളാഹു നമ്മളെയും നമ്മുടെ പൊന്നുമക്കളെയും നമ്മുടെ നാടിനെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാകും മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ. അല്ലാഹുമ്മ അഅ്തിഖ് റിഖാബനാ മിനൻ നാർ വറിഖാബ ആബാഇനാ വഉമ്മഹാതിനാ വഅസ്വാജിനാ വഇഖ്വാനിനാ അൽ മുസ്ലിമീന അജ്മഈന യാ റബ്ബൽ ആലമീൻ. اللهم اشف مرضانا ومرضى المسلمين. اللهم ارحم موتانا وموتى المسلمين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك واعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.